അപ്പോഴാണ് ദത്താത്രേയ ഹൊസബലെ വന്നു. നമ്മളുടെ നേരത്തെ സ്വദേശിയിലൊക്കെ ഉണ്ടായിരുന്ന ജയകുമാറിന് അവരൊരുമിച്ച് പഠിച്ചതാണ്. പറഞ്ഞു കാണും, എനിക്ക് പുള്ളിയെ ഒന്ന് കാണാൻ പറ്റും. പിന്നെന്താ, RSSൽ ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതമാണല്ലോ, വരാൻ പറഞ്ഞു. ജയകുമാറിൻ്റെ കൂടെ അവിടെ പോയി കണ്ടു, തിരിച്ചു പോയി. എന്താ കുഴപ്പം അതുകൊണ്ട്? RSS ഭീകര സംഘടനയല്ല, നിരോധിക്കപ്പെട്ട സംഘടനയല്ല, ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്, എല്ലാം ട്രാൻസ്പെറൻ്റായിട്ട് ചെയ്യുന്നവരാണ്, പരസ്യമായിട്ടാണ് യോഗം, ക്യാമ്പ്, അത് ഇതൊക്കെ പരസ്യമായിട്ട് ചെയ്യുന്നവരാണ്. പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ RSS ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ന്യൂനപക്ഷ വോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പോക്കറ്റിൽ വീഴും. ഈ ബാസ്ക്കറ്റ് ബോളില്ലേ, നമ്മൾ ആ പന്ത് എറിയുന്നത് ആ പലകയുടെ നേർക്കാണ്, പക്ഷെ പന്ത് തിരിച്ചു വന്ന് ഈ നെറ്റിൽ വീഴും. അപ്പോൾ എറിയുന്നത് RSSനെയാണ്, വീഴുന്നത് ന്യൂനപക്ഷ വോട്ടാണ്. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ ഇക്വേഷൻ. ഈ രാഷ്ട്രീയ ഇക്വേഷൻ വർക്ക് ചെയ്തില്ല തൃശ്ശൂർ, കുറഞ്ഞ പക്ഷം തൃശ്ശൂരെങ്കിലും. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം BJP വല്ലാതെ വോട്ട് കൂട്ടിയെങ്കിലും ജയിക്കാൻ പറ്റിയില്ല. തൃശ്ശൂർ ജയിച്ചു. ആ ജയം ഇവർക്ക് ദഹിക്കുന്നില്ല, അതിനൊരു മരുന്നുമില്ല. അത് ഛർദ്ദിച്ച് കളയാൻ ഇവർ നോക്കുന്നു, ഛർദ്ദിച്ചിട്ട് പോകുന്നുമില്ല. കാരണം യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം വെറുതെ ഛർദ്ദിച്ച് കളയാൻ പറ്റില്ലല്ലോ, അത് പിന്നെയും വയറ്റിൽ ബാക്കി നിൽക്കും. ഇതാണ് ഇവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ചയെ അതിനുശേഷം ഒരു വർഷം നടന്ന തൃശ്ശൂർ പൂരവുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്. സുരേഷ് ഗോപി ജയിച്ചത് അത് എങ്ങനെയെങ്കിലും ഛർദ്ദിച്ച് ആ ജയം ഒരു ജയമല്ല എന്ന് വരുത്തണം, അതിന് ഗൂഢാലോചന നടന്നു എന്ന് വരുത്തണം. ഇതൊക്കെയാണ് ഈ പെടാപ്പാട് പെടുന്നത്. ഇതെനിക്ക് മനസ്സിലാവണില്ല എന്ത് കാര്യത്തിനാണ്. അത് മനസ്സിലായവർ പറയുന്നു അത് നിസ്സാരമാണെന്ന്. ഷംസീർ പറഞ്ഞല്ലോ പ്രധാന സംഘടനയാണ്, അതല്ലേ യഥാർത്ഥത്തിൽ ശരിയായ കാര്യം? ഈ ഷംസീർ പറഞ്ഞത് യഥാർത്ഥമായ കാര്യമാണ്. അതിൽ ഷംസീറിനെ കയറി പിടിച്ചിട്ടുണ്ടോ? പ്രധാനപ്പെട്ട സംഘടനയാണ്, വലിയൊരു സംഘടനയാണെന്നൊക്കെ പറഞ്ഞു. ആണല്ലോ, വലിയൊരു സംഘടന. അതുകൊണ്ട് ഷംസീർ RSSകാരനൊന്നും ആകുന്നില്ല. ഇതെന്ത് ന്യായം? ഇത് കിട്ടാനിരിക്കുക എങ്ങനെയെങ്കിലും. ഇപ്പോൾ നോക്കിക്കോളൂ, VD സതീശന് ഒറ്റയ്ക്കാണ് ഇതും കൊണ്ട് നടക്കുന്നത്. കോൺഗ്രസ്സിലെ വേറെ ആരാ പിന്തുണ? വേറെ ആരുണ്ട്? കെ സുധാകരൻ എന്തെങ്കിലും പറഞ്ഞോ? വേറെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. KC വേണുഗോപാൽ RSS എന്ന് കേട്ടാൽ ചൊറിഞ്ഞു വരുന്ന ആളാണ്, മിണ്ടുന്നില്ല വിഷയത്തിൽ. കാരണം സതീശൻ സ്കോർ ചെയ്തു, അങ്ങ് തന്നെ നടത്തിക്കൊണ്ടാൽ മതി, ഞങ്ങളെ കിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പൊളിറ്റിക്സ്. ഇപ്പോൾ ആ സാധനം സെക്കൻഡ് ലെവലിലെത്തി. ഇപ്പോൾ തമ്മിൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ഈ AIYF ആണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. D രാജ വലിയ കാര്യമായിട്ട് ടേക്കപ്പ് ചെയ്തു, തൊട്ട് താഴെ ബിനോയ് വിശ്വം, അങ്ങേര് വിട്ടു, ഇപ്പോൾ AIYFൻ്റെ തലത്തിലെത്തി. ഇപ്പുറത്ത് MV ഗോവിന്ദനിൽ നിന്ന് MB രാജേഷിലേക്ക് എത്തി. താന്ന് വരികയാണ്. 2 ദിവസം കഴിയുമ്പോൾ മരിച്ചോളൂ. ഇത്രയേ ഉള്ളൂ. PV അൻവർ എന്ത് ചെയ്യും? PV അൻവർ അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യും? എന്തിനുള്ള പുറപ്പാടാണ്? ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, PV അൻവർ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസവഞ്ചനയാണ്. നിങ്ങളോട് സംസാരിച്ച DGPയോ ADGPയോ ആരുമായിക്കോട്ടെ, ആ മനുഷ്യൻ ഉത്തമ വിശ്വാസത്തിൽ നിങ്ങളോട് സംസാരിച്ച കാര്യം നിങ്ങൾ പുറത്ത് വിടാൻ പാടില്ല. ഇനി പുറത്ത് വിടുന്നുണ്ടെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി കേൾപ്പിക്കാം. സഖാവേ ഇതൊന്ന് കേൾക്ക്, എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത് നോക്ക്. അത് പബ്ലിക്കാക്കിയപ്പോൾ അൻവറിൻ്റെ വിശ്വാസ്യത അങ്ങ് പോയി. ഇനി കുടിച്ച പച്ച വെള്ളത്തിന് അൻവറിൻ്റെ ഭാര്യ അൻവറിനെ വിശ്വസിക്കുമോ ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് വരുമ്പോൾ? ഇത് അൻവർ ആലോചിച്ചില്ല. അൻവർ അങ്ങ് സ്കോർ ചെയ്ത് ഹീറോ ആകാമെന്ന് വിചാരിച്ചു. എന്ത് സംഭവിച്ചു? പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ്റെ ഒറ്റ ചോദ്യം, ആരെ ഈ അൻവർ? അൻവർ ആരാ പാർട്ടിക്ക്? പാർട്ടി പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്രൻ. വിന്നബിലിറ്റി ഉള്ളതുകൊണ്ട് അൻവറിനെ ഫീൽഡ് ചെയ്തു, അൻവർ ജയിച്ചു, പാർട്ടിയുടെ അക്കൗണ്ടിൽ ഒരു സീറ്റ് കൂടെ വന്നു. ഇതിൽ കവിഞ്ഞിട്ട് അയാൾ പറയുന്ന അയാളുടെ താളത്തിന് തുള്ളണോ പാർട്ടി? ഫിനിഷ്. ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ കൂടെ ഒരു സംഗതിയുണ്ട്. RSSൻ്റെ ഉത്തരപ്രാന്ത് ഇത് കാര്യവാഹ് PN ഈശ്വരൻ പറഞ്ഞു ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല. അതൊരു പ്രശ്നമല്ലേ? ഒരു പ്രശ്നമല്ല.
ഇതൊക്കെ സംഭവിക്കുന്നതേ വിളിക്കുന്നു ഈശ്വർജിയല്ലേ? അതെ, മാതൃഭൂമിയിൽ നിന്നാണ്. എന്താ പറഞ്ഞോളൂ. അതെ, കഴിഞ്ഞ വർഷം ദത്താജി വന്നിരുന്നില്ലേ തൃശ്ശൂർ, ദത്താത്രേയ ഹോസ്പിറ്റല്? വന്നിരുന്നു. അപ്പോൾ ADGP MR അജിത് കുമാർ അവിടെ വന്നിരുന്നോ? ADGP ഇല്ല, വന്നിട്ടില്ല. ഓർമ്മയിൽ നിന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ കാര്യം. ആരും ഇങ്ങനെ ഈ ADGP വരുന്നോ മറ്റേ ആൾ വരുന്നോ നോക്കിയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഈശ്വരൻ എന്താ 24 മണിക്കൂർ ദത്താജിക്ക് കാവൽ നിൽക്കുകയായിരുന്നോ? ഒന്നും അല്ലല്ലോ. അപ്പോൾ ഈശ്വരനോട് ചോദിച്ചു, ഈശ്വരൻ ഇല്ല, വന്നിട്ടില്ല. 4 ദിവസം കഴിഞ്ഞ് ഈശ്വരൻ ഇല്ല, അന്ന് വന്നത് ഓർക്കണില്ലേ? വന്നിരുന്നു. എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നതാണ്. ഇത് ഒരു ഫോണിലൊരു ചോദ്യം, അതിനൊരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആന്തെടുത്തിട്ട് ഫ്രണ്ട് പേജിൽ വന്നിട്ടില്ല എന്ന് ഈശ്വരൻ. ഇതോടെ RSS അങ്ങ് ഇടിഞ്ഞ് വീഴുമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും വേണ്ടിയിട്ടുമില്ല.